ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫർഹാനെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ചിൽഡ്രൻസ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. ആള് കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടും വീട്ടിൽ തന്നെ ഭയങ്കര സൈലന്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അവളെ ഒന്ന് എൻഗേജ്ഡ് ആക്കാം, അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ സുഭാഷ് ചിൽഡ്രൻസ് പാർക്കിൽ വന്നിരിക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ പാർക്കിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. കുറച്ചു നേരം വൈകുന്നേരമൊക്കെ ഒന്ന് ചില്ലടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മൾ വീക്ക് ഡേയിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫർഹാനെ ഒന്ന് കളിപ്പിക്കാനും ഒക്കെ പറ്റി. പിന്നെ സാറ്റർഡേ സൺഡേ വരുവാണെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും. ഇതിന് ദിവസം ആയതുകൊണ്ട് തന്നെ ആരും ഇല്ല, അധികം റഷും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റി. റൈഡ്സിലൊക്കെ ആണെങ്കിലും ഫർഹാക്ക് എല്ലാ റൈഡ്സിലൊന്നും കയറാനായിട്ടില്ല. ആൾക്ക് ഊഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഊഞ്ഞാല് ഉണ്ടായാലും ഇരിക്കും. അപ്പം ഇവിടെ എന്തായാലും ഫർഹക്ക് പറ്റിയ ഊഞ്ഞാലുണ്ടായിരുന്നു. അത്രയ്ക്കുള്ള ചെറിയ വീഡിയോ ആണെന്നുള്ള മൊത്തത്തിൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്. ഫർഹയുടെ ഫസ്റ്റ് പാർക്ക് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിലും പറയാം. ആള് കുറച്ചും കൂടെ പാർക്കിൽ പോകാനൊന്നും ആയിട്ടില്ല, എന്നാലും ആൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങൾ ഓർക്ക് പനിയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലേ കൊച്ച്, ഇപ്പൊ ഒന്ന് മാറി ആളൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഒന്ന് പാർക്കിലൊക്കെ കൊണ്ടുവന്നിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ ആണ്. ഒരു മേബി ഒരു ജാനുവരിയോ ഫെബ്രുവരിയോ ആദ്യം വല്ലമായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, കാരണം കുറച്ച് ആയല്ലോ അല്ലേ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ പൊതുവേ ഭയങ്കര ഡിലേ ആണ്. എന്ത് ചെയ്യാൻ പറ്റും, സാഹചര്യം അതായിപ്പോയി. അങ്ങനെ. പിന്നെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഈ ഊഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പിള്ളേർക്കിത് സേഫുമാണ്. ഇങ്ങനത്തെ ഊഞ്ഞാൽ എല്ലാ പാർക്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഊഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇത്രയും ചെറിയ പിള്ളേർക്കൊക്കെ ഇരിക്കാൻ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. മറ്റേ സാധാ ഊഞ്ഞാലിൽ ഇവരെ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ നമ്മളുടെ മടിയിൽ ഇവർ ഇരിക്കാമെന്ന് വെച്ചാൽ പാർക്കിലുള്ളവരത് സമ്മതിക്കത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യല്ലേ. ഇത് ശരിക്കും ഫർഹക്ക് ഒരു 7-8 മാസമാണെന്ന് പറഞ്ഞ ഓർമ്മ, അത് എനിക്ക് അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ എല്ലാ റൈഡിലും ഒന്നും കയറാനായിട്ടില്ല. സൺസെറ്റൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആ പാർക്കിൽ പോകുന്നത്. പിള്ളേർക്ക് കളിക്കാനുള്ള ടോയ്സൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ അങ്ങോട്ട് നോക്കാനൊന്നും നിന്നില്ല. പിന്നെ ഫർഹയ്ക്കും കളിക്കാനായിട്ടില്ലല്ലോ, അവൾ വലുതാകുമ്പോൾ കൊണ്ടുപോകാം. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് കുട്ടികളെയൊക്കെ ഇടയ്ക്കൊക്കെ ഇതേപോലെ പാർക്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോകുന്നത് അവരുടെ ഫിസിക്കലി ആൻഡ് മെൻ്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു അംഗൻവാടി റിലേറ്റ് ചെയ്തിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ മാം പറഞ്ഞത് അത് തന്നെയാണ്. വീക്കിലി ഒരു ഡേ എങ്കിലും പുറത്ത് പിള്ളേരൊക്കെ ഒന്ന് വെട്ടവും വെളിച്ചവും ഒക്കെ ഒന്ന് കാണിക്കുന്നത് അവർക്ക് ഭയങ്കര ഹെൽപ്പാവും എല്ലാത്തിനും. അത് അവർക്കെന്നല്ല, ഇൻ കേസ് നമുക്കാണെങ്കിൽ പോലും ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സായി ഒന്ന് പാർക്കിലോ ബീച്ചിലോ ഒക്കെ ഒന്ന് നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും അല്ലേ. അത് എല്ലാവർക്കും നല്ലതാണ്, പിള്ളേർക്ക് മാത്രമല്ല നമുക്കും നല്ലതൊക്കെ തന്നെയാണ്. പിന്നെന്താ ഇനി കുറ്റം പറയുന്ന നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാരെ പിടിച്ച് നമ്മൾ എല്ലാം മാറി നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരെ കാണിക്കുള്ളൂ. പിന്നെ നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേറൊരു പണി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കണ്ടില്ല കേൾക്കില്ല എന്ന് നടക്കാനേ നമ്മളെ കൊണ്ട് പറ്റുമല്ലേ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ.
ഈ AI ക്യാമറേനേക്കാട്ടിലും വെല്ലുന്ന ചില ആൾക്കാരാണ് നമ്മുടെ ചുറ്റിനും ഉള്ളത് അല്ലേ. എന്ത് ചെയ്യാനാ, അവരേക്ക് വിട്ടേക്കുക, നമ്മളും നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട്. എന്തായാലും അന്ന് പോയതിൽ ഫർഹ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ ഹാപ്പിനെസ് നമ്മൾ നോക്കിയാൽ പോലെ അല്ലേ. ഓക്കെ, ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക് യു.